ആദിവാസി വിഭാഗത്തിൽ നിന്ന് കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ഇന്ത്യ മുഴുവൻ 50,000-ലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് ട്രൈബൽ അക്കാദമികൾ സ്ഥാപിക്കുക എന്നതാണ് സോക്കർ സഫാരി യാത്രയുടെ ലക്ഷ്യം. ഫുട്ബോൾ താരം CK വിനീതിൻ്റെ നേതൃത്വത്തിലുള്ള 13th ഫൗണ്ടേഷനും നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും പ്ലാൻ ഡി ട്രിപ്സും സംയുക്തമായാണ് ഭാരതയാത്ര സംഘടിപ്പിക്കുന്നത്. യാത്രയിലൂടെ നമ്മൾ ഫുട്ബോൾ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള. രണ്ടാമത്തേത് ട്രൈബൽ ഏരിയകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ അവരെ ഫിസിക്കലി ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവരെ കുറച്ചും കൂടി കളിയിലേക്ക് കൊണ്ടുവരിക, അതിൽ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ എടുക്കുക എന്നുള്ളതാണ്. അതിന് അവരെ ഏരിയകളിൽ അക്കാദമി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, ലൊക്കേഷൻസ് കാണാനൊക്കെ വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ താരങ്ങളായ റിനോ ആൻഡോ, മുഹമ്മദ് റാഫി, അനസ് എടത്തൊടിക, NB പ്രദീപ് എന്നിവരെയും ഉൾപ്പെടുത്തി ആദിവാസി കുട്ടികളിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തേക്ക് കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംരംഭമാണ് 13th ഫൗണ്ടേഷൻ. കൊച്ചി കടവന്ത്രയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടൻ മമ്മൂട്ടി സോക്കർ സഫാരി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക ഫുട്ബോൾ രംഗത്ത് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് ഈ പരിശീലനം ഉപകാരപ്പെടുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.